ദേശീയ പതാകയെ അപമാനിച്ചെന്ന് കാട്ടി ബി.ജെ.പി. മുതിർന്ന നേതാവ് എൻ ശിവരാജനെതിരെ പരാതി നൽകാനൊരുങ്ങി കോൺഗ്രസ്. ഭാരതാംബ വിവാദത്തിൽ പ്രതിഷേധത്തിനിടെ പാലക്കാട് വെച്ച് ത്രിവർണ്ണ പതാകയ്ക്ക് പകരം കാവിക്കൊടി ദേശീയ പതാക ആക്കണമെന്ന ശിവരാജന്റെ പരാമർശത്തിലാണ് ഇപ്പോൾ പരാതി വരുന്നത്. പ്രതികരണമൊന്ന് കേൾക്കാം. ശിവരാജൻ നടത്തിയ സമാനമായ കൊടി രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസോ NCP-യോ ആരും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഇന്ത്യയുടെ ദേശീയ പതാകയായി കാവിക്കൊടിയാകണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇന്ത്യയുടെ ദേശീയ പതാക കാവിക്കൊടിയാക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഗൂഗിൾ VS ചേരുന്നുണ്ട്. ഗൂഗിൾ, അപ്പോൾ ജനാധിപത്യത്തെയും ഭരണഘടനയൊക്കെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു പരാമർശമാണ് മുതിർന്ന നേതാവ് ജില്ലയിൽ നടത്തിയത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പരാതിയിൽ പറയുന്നത്. എന്താണ് നീക്കങ്ങൾ? അതായത് ശിവരാജൻ മുൻ ദേശീയ നിർവാഹക സമിതി അംഗമാണ്. ഈ അടുത്താണ് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറിയത്. നഗരസഭയിലെ കൗൺസിലറാണ്. അങ്ങനെ ഭരണഘടനയിൽ ഭാഗമായിട്ടുള്ളൊരു പദവി വഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അയാളാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. ഇത് കൊടി ഇന്ത്യയുടെ ദേശീയ പതാക അത് മാറ്റി ത്രിവർണ്ണ പതാക മാറ്റി കാവിക്കൊടിയാക്കണം. അതിന് പ്രധാനമായും കാരണം പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സമാനമായിട്ടുള്ള ഒരു കൊടി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ NCP-യുടെയൊക്കെ പതാകയ്ക്ക് സമാനമാണ് ഈ ത്രിവർണ്ണ പതാക. അതുകൊണ്ട് തന്നെ അത് മാറ്റണം എന്നുള്ളൊരു വിചിത്ര ന്യായമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ യാതൊരു തരത്തിലും ഇത്തരത്തിലുള്ള ഈ ചിഹ്നങ്ങളോടൊന്നും ഒരു ബഹുമാനമില്ലാത്ത ഒരു തരം പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും കോൺഗ്രസ് ഇതിൽ ശക്തമായൊരു പ്രതിഷേധം നടത്തി. അതോടൊപ്പം തന്നെ ശിവരാജനെതിരെ പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് മറ്റ് രാഷ്ട്രീയ സംഘടനകളും അതോടൊപ്പം തന്നെ യുവജന സംഘടനകളും DYFI അടക്കമുള്ള സംഘടനകൾ ഇന്ന് പ്രതിഷേധം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വ്യാപക പ്രതിഷേധമാണ് ശിവരാജന്റെ ഈ പരാമർശത്തിനെതിരെ വരുന്നത്. നമ്മൾക്കിത് കഴിഞ്ഞപ്പോഴായിരുന്നു കൃഷ്ണകുമാറിന്റെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. അതോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറ്റൊരു നിലപാടാണ് പറഞ്ഞത്. തങ്ങൾക്ക് എല്ലാ കൊടിയും ഒരുപോലെയാണ്, ത്രിവർണ്ണ പതാകയും അതോടൊപ്പം കാവിക്കൊടിയും തങ്ങൾ ബഹുമാനിക്കുന്നു എന്നുള്ള ഒരു പരാമർശമാണ്. അദ്ദേഹം അതിൽ നിന്ന് പിന്നീട് ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടത്. ശരി, ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഭരണഘടനയുടെയൊക്കെ തന്നെ ആ അന്തസ്സത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പരാമർശമാണ് ഇപ്പോൾ മുതിർന്ന നേതാവ് ശിവരാജൻ നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പരാതിയിൽ പറയുന്നത്.